ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലോത്ത് വെട്ടി പകുതിയോളം തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പോക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഒരു 8 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ പോക്കറ്റ് എടുക്കുന്നത് കേട്ടോ. 2 ഇഞ്ച് 2.5 ഇഞ്ച് വീതിയിലും. മെയിനായിട്ടുള്ള പാർട്ടാണ് നമ്മൾ ആദ്യം തന്നെ തയ്ച്ച് ഒന്നാം പാർട്ടിൽ വെച്ചിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ജോയിൻ ചെയ്ത് വെച്ചു. ഈ പോക്കറ്റ് തയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണത്. നമ്മൾ ആ മടക്കി തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, പോക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലെ ആ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് തൊട്ടപ്പുറത്തുനിന്ന് വീണ്ടും എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊടുന്നിട്ട് നിർത്തല്ല, അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തുടരും. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറ്. പിന്നെ നിങ്ങൾ പോക്കറ്റ് വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇനത്തിന് നിങ്ങൾ വെക്കാൻ നോക്കാം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ, നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഇതിൽ ഉള്ളിൽ മടക്കി തയ്ക്കുന്നുണ്ടല്ലോ, തുമ്പ് കാണാതിരിക്കാൻ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടും മാറ്റി വെക്കുക. കാരണം മടി വരരുത്. പഠിക്കുന്ന സമയത്ത് മടി വരരുത്. നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ നോക്കാം. തയ്യൽ തുമ്പ് കണ്ടാലും കുഴപ്പമില്ലാത്തൊരു, ആദ്യം ആ ഷർട്ടിൻ്റെ ഒരു രൂപമാണ് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടേണ്ടത്. മെയിനായിട്ട് പഠിക്കേണ്ടത് കോളർ വെക്കുന്ന ഒരു കാര്യം. പിന്നെ ഷർട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീതി, നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിൽ കിടക്കണം. നമ്മൾ ബട്ടൺ ഇട്ടിട്ട് ഷർട്ടിന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിട്ട് കിടക്കണം. അത് ആ ഓവർലാപ്പിൻ്റെ രീതി നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാദ്യം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അത് ആദ്യം പഠിക്കുന്ന സമയത്ത് തന്നെ ഫുൾ സ്ലീവ് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ സൈഡിൽ നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ അടിക്കുക. അപ്പോൾ ആദ്യം തന്നെ അത് തന്നെ വീണ്ടും വീണ്ടും 2-3 വട്ടം എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നോർമലായിട്ട് തയ്ക്കാൻ നോക്കുക. ആ ഓവർലാപ്പിൻ്റെ ഭാഗവും കോളറിൻ്റെ ഭാഗവും ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ബാക്കിലെ ഷോൾഡർ കട്ടിങ് ഉണ്ടല്ലോ, അതും ഒഴിവാക്കിയിട്ടുള്ള ഷർട്ട് ഫസ്റ്റ് തുടക്കക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ക്ലിയർ ആക്കാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗമാണ്. ആംഹോളിൻ്റെ ഭാഗം ഞാൻ ഓൾറെഡി ആ സ്ലീവിൻ്റെ ഷോൾഡർ കട്ടിങ്ങിൻ്റെ സമയത്ത് കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞ് 2 സൈഡും അതേപോലെ തന്നെ വെട്ടി ക്ലിയർ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ അറ്റഭാഗത്തെ ആ ഒരു ജോയിൻ ഉണ്ടല്ലോ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. വീതി കുറഞ്ഞ ഭാഗത്താണ് പട്ട വെക്കേണ്ടത് കേട്ടോ. വീതി കൂടിയ ഭാഗം മടക്കി തയ്ക്കുക, അല്ലെങ്കിൽ വേറൊരു പട്ട വെച്ചിട്ട് ഉള്ളിലേക്കുള്ള പട്ട വെച്ച് കൊടുക്കുക. ഞാൻ അവിടെ മടക്കി തയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ നോട്ട്സ് ഇട്ട പോലെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അവിടെ കട്ടിങ് കൊടുക്കുക. തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ക്ലോത്തിന് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക. ചെറിയ മടക്കാട്ടോട്, വലിയ മടക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല, എന്നാലും ശ്രദ്ധിച്ച് മടക്കുക. ചെറിയൊരു രീതിയിലുള്ള മടക്കി തയ്ച്ചാൽ മതി. അതിനുശേഷം നമ്മൾ മടക്കി പട്ട വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത്, അത് ആ മടക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ പട്ടേനെ പുറം വശത്തേക്ക് മറിച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ എത്തുമ്പോഴും ശരിക്കും നമ്മൾ നഖം കൊണ്ട് അല്ലെങ്കിൽ വിരൽ കൊണ്ട് അമർത്തി ഇങ്ങനെ ഓരോ പ്രസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തേച്ച പോലൊരു വൃത്തി കിട്ടും. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്
ഫസ്റ്റിൽ ഞാൻ ആ ഒരു താഴത്തെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തിട്ട് മേലെ കൊണ്ട് വരാമെന്ന് കരുതി. അതുകൊണ്ട് ഉള്ളിൽ ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ടാവും. നമ്മൾ ആ നോട്ട്സ് ഇടുന്ന സമയത്ത് ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവനെ പിടിച്ച് മേലേക്ക് ഇടണം. അല്ലെങ്കിൽ അത് ആ സ്ലീവിൻ്റെ ഉൾവശത്ത് കിടന്നിട്ട് ഇങ്ങനെ പിന്നി 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 വരും. അപ്പോൾ അവിടെ പിന്നാനുള്ളൊരു ക്ലോത്ത് അവിടെ വെച്ച് കൊടുക്കരുത്. ആ ഒരു ഭാഗത്തെ മേലേക്ക് വെച്ചിട്ട് തയ്ക്കാം. അതിനുശേഷം താഴെ ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ച് കൊടുക്കും. ഇനി ഷേപ്പ് ഇല്ലെങ്കിലും നോർമലി ഒരു സ്ക്വയർ പോലെ നോർമൽ മടക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇതിനകത്ത് ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ക്യാമറ തിരിഞ്ഞിരിക്കുന്ന കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇതൊക്കെ കണ്ട് ഫുള്ള് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ശരിക്കും ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നതെങ്കിലും ശരിക്കണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ. 2 എണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ തയ്ച്ചു. ഇനി അടുത്തത് തയ്ക്കുമ്പോൾ ഫസ്റ്റിൽ മടക്കി തയ്ക്കുക, കാരണം ആ വീതിയുള്ള ഭാഗമാണ് വരിക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ എളുപ്പം കിട്ടും. ഈ ഒരു ഭാഗം ആദ്യം മടക്കി തയ്ക്കാം. നമ്മൾ ആദ്യം പട്ടയല്ല വെച്ചത്, അപ്പോൾ ഈ ഭാഗത്തും ആദ്യം പട്ട തന്നെ വെക്കുക എന്ന് കരുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു പരിചയക്കുറവ് പോലെ തോന്നും. അപ്പോൾ ആദ്യം എളുപ്പത്തിൽ ആദ്യം മടക്കി തയ്ക്കുക. അതിന് ശേഷം തിരിച്ച് വരുന്ന സമയത്ത് പട്ട വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും സ്റ്റിച്ചിങ്ങിനൊരു വൃത്തി വേണം. സ്റ്റിച്ചിങ് നമ്മൾ പഠിക്കാനല്ലേ എന്ന് കരുതിയിട്ട് ഒരെണ്ണം ചെയ്ത് നോക്കും. അത് ചെറിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്ത് നോക്കില്ല, പിന്നെ വല്ലപ്പോഴും ഒന്ന് ചെയ്ത് നോക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചാലും വല്ലപ്പോഴും ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാൻ ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മസ്റ്റാണ് ഈ ഒരു ഫീൽഡിൽ. ക്ഷമ ഉണ്ടെങ്കിൽ ടൈലറിങ്ങിൻ്റെ ഫീൽഡിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. എത്രയോ ടൈലേഴ്സ് ഉണ്ടാവും, അവർക്കെല്ലാം അറിയാം. അവർ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രില്ല് മറിഞ്ഞു പോവുക, അല്ലെങ്കിൽ പുറം മറിഞ്ഞു പോവുക, സ്റ്റിച്ച് നൂല് പിടിച്ചിട്ടുണ്ടാവില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയുണ്ട് പോന്നിട്ടുണ്ടാവും. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാലായിരിക്കും ഇതുവരെ തയ്ച്ചതിന് നൂലുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഒക്കെ അവർക്ക് ഉണ്ടാവുന്നൊരു ക്ഷമ ഉണ്ടല്ലോ, അത് കണ്ടറിയാൻ വേണം. അപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മതി, ഈ ഒരു സംഭവം തന്നെ വേണ്ടാത്തിരിക്കും. അതാണ് ക്ഷമ ഇല്ലായ്മ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിന് ക്ഷമ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. പണ്ടെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ക്ഷമ ഈമാൻ്റെ പകുതിയല്ലേ, അതുപോലെ വൃത്തിയും ഈമാൻ്റെ പകുതിയാണ്. അപ്പോൾ ക്ഷമയും വൃത്തിയും ആന പറഞ്ഞു കേട്ടോ. ക്ഷമയും വൃത്തിയും കൂടിക്കഴിഞ്ഞാൽ ഈമാൻ ഫുള്ളാവില്ല, എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അങ്ങനൊരു ക്ഷമയും വൃത്തിയും ഉള്ള ഒരാൾക്ക് ടൈലറിങ്ങിൻ്റെ അങ്ങേ അറ്റത്തെത്താം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ടൈലറിങ്ങിൻ്റെ ഒരു അങ്ങേ അറ്റം എത്തണം എന്നുള്ളവർ, അതല്ല നിങ്ങളുടെ കുഞ്ഞ കാര്യമാവട്ടെ, എനിക്കൊരു ചുരിദാർ തയ്ച്ച് പഠിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും നമുക്കൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഉള്ള കാര്യങ്ങൾ, ടാസ്ക് കൂടിയ കാര്യങ്ങൾ എടുത്ത് ആലോചിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുക. എന്നിട്ട് ഹാർഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ വലിയ കാര്യങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷമ നഷ്ടപ്പെടും. ഓക്കെ.
2 സ്ലീവും നമ്മൾ താഴ്ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ഇനി സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗം കുറച്ച് ഇങ്ങോട്ട് വലിച്ച് വെക്കണം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 2 സൈഡ് തയ്ച്ചത് ഓർമ്മയില്ലേ? നമ്മുടെ ബോഡിയുടെ 2 സൈഡിലും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ, തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ തയ്ച്ചില്ലേ? അതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഇപ്പോൾ ഇതേ ഞാൻ ചെയ്യുന്നത് പോലെ സ്ലീവിൻ്റെ അകത്തുനിന്നാട്ടോ കൊണ്ടുവരട്ടോ. കുറച്ചൊരു പാടാണത് ചെയ്തെടുക്കാൻ. തുടക്കക്കാരാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഈസിയാണ്, പെട്ടെന്ന് തീരുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ 2 സൈഡിൽ ചെയ്തത് പോലെ തന്നെ ഈ ഭാഗത്തും ചെയ്തെടുക്കുക. മടക്കിയിട്ട് നേരെ തയ്ക്കുക. നമ്മളവിടെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ഇത് ഓപ്പൺ ആണല്ലോ. ഇത് റൗണ്ട് ആയിപ്പോയല്ലോ, അതുകൊണ്ടാട്ടോ ഇവിടെ കുറച്ച് റിസ്ക് വരുന്നത്. ഒരു സ്റ്റിച്ച് വേണ്ടവർക്ക് ഇതിൽ തന്നെ അവസാനിപ്പിക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് വേണ്ടവർക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ച് വെക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്തെ ലൈനിലൂടെ വീണ്ടും ഇങ്ങനെ തയ്ച്ച് പുറത്തേക്ക് കൊണ്ട് വരിക. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. തയ്ച്ച് വെച്ച സ്ലീവ് നമ്മളെ ബോഡിമേൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ്. ആദ്യം നമ്മളെ ബോഡിയുടെ പുറം മറിക്കുക. അതിൻ്റെ മുന്നേ ലെഫ്റ്റും റൈറ്റും നോക്കണം. നമ്മൾ ഫ്രണ്ടിലെ ചുഴി കറക്റ്റ് ചെയ്ത് വെട്ടിയെടുത്തിട്ടുള്ള സ്ലീവാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അത് ക്ലിയറാക്കിയതിന് ശേഷം സ്ലീവിന് അകത്തുനിന്ന് നമ്മുടെ ഷർട്ടിൻ്റെ അകത്തുനിന്ന് സ്ലീവിൻ്റെ പുറത്തേക്ക് എടുക്കുക, ആംഹോളിൻ്റെ പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതേപോലെ തന്നെ സ്ലീവിനെ കുറച്ച് മുന്നിലേക്ക് ചാടിച്ച് വെച്ചിട്ട് ആ റൗണ്ട് ഫുള്ള് തയ്ച്ചെടുക്കുക. ആ സ്ലീവിനെ നമുക്ക് വീണ്ടും മടക്കിയിട്ട് തയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് സ്ലീവിനെയാണ് കുറച്ച് മുന്നിൽ നിർത്തേണ്ടത്, ബോഡിയുടെ ഭാഗമല്ല കേട്ടോ. ഈ റൗണ്ടിൽ നിങ്ങൾ 2 സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഒറ്റ സ്റ്റിച്ച് ചെയ്താലും മതി. ഒറ്റ സ്റ്റിച്ച് എന്ന് വെച്ചാൽ മടക്കി തയ്ക്കുന്ന സ്റ്റിച്ചാട്ടോ ഉദ്ദേശിച്ചത്, അറ്റാച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റാച്ച് ചെയ്യാണ്, സ്ലീവ് ബോഡിമേൽ അറ്റാച്ച് ചെയ്യാണ് നമ്മൾ. അതിന് ചുറ്റും കൊണ്ട് അടിക്കുക. അതേപോലെ തന്നെ കുറച്ച് സ്ലീവിൻ്റെ ഒരു തയ്യൽ തുമ്പ് മാത്രമായിട്ട്, തയ്യൽ തുമ്പ് എന്ന് പറയാൻ പറ്റില്ല, മടക്കി തയ്ക്കാനുള്ളൊരു ഭാഗം മാറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് നിവർത്തി വെച്ചതിന് ശേഷം, ഇത് നിവർത്തിയപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ള മാത്രമേ കാണുന്നുള്ളൂ. ഇനി അതിനകത്തൂടെ മടക്കി തയ്ക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത ഭാഗമില്ലേ, അവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വന്നത്, അവിടെ നിന്ന് തന്നെ മടക്കും കൊണ്ടുവരാം. ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ മടക്കി റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം 2 സൈഡും. ഇവിടെ മടക്കി തയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബോഡിയുടെ ആ ഒരു പീസ് ഉള്ളിൽ മടങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അറിയാതെ അതിൻ്റെ ഉള്ളിൽ മടങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്, ഗ്യാപ്പില്ലാത്തതല്ലേ, അതുകൊണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിച്ച് പിടിക്കാൻ അവിടെ ഒന്നും പെട്ടിട്ടില്ല, ക്ലോത്ത് അടിയിലൊന്നും പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം
സ്റ്റിച്ച് ചെയ്യാൻ. ലാസ്റ്റ് ഭാഗമെത്തി. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ കൊടുന്ന് നിർത്തുക. നമ്മുടെ ആ ഒരു കക്ഷഭാഗമാണത് ഫസ്റ്റിൽ കാണിച്ചത്. ചുറ്റുഭാഗം തയ്ച്ച് ക്ലിയർ ചെയ്തു. ഇനിയാണ് മെയിൻ ലാസ്റ്റ് ഭാഗം കേട്ടോ ഇത്. നമ്മുടെ കോളറിൻ്റെ ഭാഗം ലാസ്റ്റാണ് ഞാൻ വെക്കുന്നത്. 16 ഇഞ്ചായിരുന്നു നെക്ക് റൗണ്ട്. ഏതൊരു വ്യക്തിക്കും നെക്ക് റൗണ്ടിനേക്കാൾ 3 ഇഞ്ച് കൂടുതലായിരിക്കും നമ്മുടെ കോളർ ഷേപ്പ് കിട്ടുക. അതെന്തിനാണെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റൗണ്ട് പ്ലസ് ലൂസ് 1 ഇഞ്ച് ഉണ്ടാവും. പിന്നെ നമ്മുടെ ബട്ടനും ഹോളും വെക്കാൻ വേണ്ടി ഓരോരോ ഇഞ്ച് ഓവർലാപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ടോട്ടൽ 3 ഇഞ്ചായിരിക്കും നമ്മുടെ നെക്കിൻ്റെ റൗണ്ടിനേക്കാൾ കൂടുക. അത് ഏതൊരു വ്യക്തിക്കും അങ്ങനെ തന്നെ കേട്ടോ. ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഭാഗം കാണിക്കുന്നത് നമ്മുടെ കോളർ. ഈ ഒരു കോളർ ഞാൻ വെട്ടിയതല്ല, റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഈ കോളർ വെക്കുമ്പോൾ ഞാൻ ക്ലോത്തിനെ ഒന്ന് ക്രോസ് ചെയ്തിട്ടാണ് വെച്ചത്. അതെനിക്ക് ക്ലോത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. നോർമൽ ക്ലോത്ത് പിടിച്ചിട്ട്, അതായത് ഇതിങ്ങനെ ക്രോസ് അല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ആദ്യം ക്ലോത്തുമ്മൽ ഗമ്മുള്ള ഭാഗം തേച്ച് ഒട്ടിച്ച് വെക്കണം. അതേപോലത്തെ 2 പീസ് എക്സ്ട്രാ വേറെ എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ആദ്യം നമുക്ക് കഫ് റെഡിയാക്കാം. കഫിൻ്റെ അറ്റഭാഗം മടക്കി തയ്ക്കുക. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് തയ്ച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ എടുത്ത പീസ് ഉണ്ടല്ലോ, അതിനിങ്ങനെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മേലെ കഫ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ കൂടെ തയ്ച്ച് വരാം. ഒരു കാരണവശാലും നമ്മുടെ ക്യാൻവാസിന്മേൽ, ആ ഷർട്ടിൻ്റെ ക്യാൻവാസിന്മേൽ സൂചി കയറരുത്, തയ്യൽ വീഴരുത്. നമ്മുടെ ക്ലോത്തുമ്മൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ചുറ്റുഭാഗം ക്ലോത്തുമ്മൽ വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ. അതിനുശേഷം ചുറ്റുഭാഗം ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തിട്ട് പുറം മറിക്കാം. പുറം മറിച്ചതിന് ശേഷം ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ക്ലോത്ത്, അടിഭാഗത്ത് ബാക്കിയുള്ള ക്ലോത്ത് വീണ്ടും കട്ട് ചെയ്യാം. കട്ട് ചെയ്യാന്ന് പറയുന്നത് തയ്യൽ തുമ്പ് അവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് വെച്ച് പിടിപ്പിക്കണ്ടേ. അപ്പോൾ അതിനുള്ളൊരു കുഞ്ഞ് തയ്യൽ തുമ്പ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള വേസ്റ്റ് തുണികൾ കട്ട് ചെയ്തെടുക്കുക. മേൽഭാഗം തയ്ക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഞാൻ ഇറക്കിയിട്ടില്ല. കാരണം അങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, കഫ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് തൊട്ട് മേലായിട്ട് നിർത്തി വെക്കുക അവിടെ. ഇനി സ്ലീവിൻ്റെ ഭാഗം എടുക്കുക. ഞാൻ കുറച്ച് വീതി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊന്ന് മടക്കി ഒരു മടക്കൽ, 1-2 മടക്കൽ മാത്രം മതി. അതിൽ കൂടുതലൊന്നും മടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കറക്റ്റ് ലെവലിൽ നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. ഒരു ഭാഗത്ത് ചെറിയൊരു മടക്കൽ ഞാൻ കൊടുത്തു, രണ്ടും കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് കഫ് വെച്ച് കൊടുക്കുന്നത്. ഉൾവശത്ത് നിന്ന് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ സ്ലീവിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് മറിക്കുകയാണ്, നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി പുറത്തേക്ക് മറിച്ച് വെച്ചിട്ട് വീണ്ടും അത് പതിച്ച് തയ്ക്കുക. ഇത്രയേ ഉള്ളൂ. മറ്റേ കൈയും ഇതേപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്യാം. കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ വലിയ കോളറുണ്ടല്ലോ, അതായത് മേൽഭാഗത്തെ കോളറുണ്ടല്ലോ, അത് ചുറ്റോറും തയ്ച്ച് മറിച്ച് വെക്കുക. ഇത് പിന്നെ അടിഭാഗം മടക്കി തയ്ക്കാനൊന്നുമില്ല. ഒരു സൈഡിൽ നിന്ന്, താഴത്തെ സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ മേലേക്ക് തയ്ച്ച് വരിക. ഇതിന് ശേഷം പുറം മറിക്കുക ചെയ്യുക. അല്ലാണ്ട് ഇതിനെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. സ്റ്റാൻഡിലാണ് നമ്മൾ മടക്കി തയ്ക്കുക. സ്റ്റാൻഡ് ഈ ഒരു കോളർ വെക്കുന്ന സ്റ്റാൻഡാണ് ഇതിൻ്റെ തൊട്ട് താഴെ ഉള്ളത്. മടക്കി അതിൻ്റെ ചുറ്റുഭാഗം ഒരു സ്റ്റിച്ചും പാടെ കൊടുത്തിട്ട് മാറ്റി വെക്കാം നമുക്കത്. ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതാണ് സ്റ്റാൻഡ്, നമ്മുടെ കോളറിൻ്റെ സ്റ്റാൻഡാണത്. നമ്മൾ ചുറ്റൂറ് അടിച്ച് വെച്ച് കോളർ വേറെ തന്നെ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കണം. നമ്മൾ കഫ് മടക്കി തയ്ച്ചില്ല സ്ലീവിൻ്റെ, അതുപോലെ മടക്കി തയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ചെറിയൊരു കട്ട് ചെയ്ത് വെക്കുക, നോട്ട്സ് ഇട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മറിച്ച് വെച്ച ആ സ്റ്റാൻഡല്ല കോളർ ഉണ്ടല്ലോ, അതിന് ഇതേപോലെ തന്നെ സെൻറ്റർ കണ്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെക്കുക അവിടെ. അതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിൻ്റെ മറ്റൊരു ക്ലോത്ത് നമ്മൾ വേറെ എടുത്തതുണ്ടല്ലോ, അത് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പം കിട്ടും, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യില്ല.
ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടു. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് വെക്കുക. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിലിനി എക്സ്ട്രാ പീസായിട്ടുള്ള നമ്മൾ സ്റ്റാൻഡിനുള്ള എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല വശം മേലെ വരുന്ന രീതിയിൽ വെക്കുക. സെൻറ്ററിൽ നമ്മുടെ കോളറും, ഏറ്റവും മേലെ ബാൻഡ്, അതിൻ്റെ ഏറ്റവും താഴെ ബാൻഡിൻ്റെ എക്സ്ട്രാ ക്ലോത്ത്, ആ രീതിയിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ തയ്ക്കുക. ഇതിലിപ്പോൾ നടുവിലുള്ള കോളറുണ്ടല്ലോ, അത് നമ്മൾ സ്റ്റാൻഡുമ്മൽ ജോയിനാണ്, ഓൾറെഡി ജോയിനാണ്. അതുകൊണ്ട് അങ്ങോട്ടും കൊണ്ട് തെന്നി പോവില്ല. കോളർ റെഡിയായി. അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തയ്ക്കുമ്പോൾ താഴത്തെ ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ, അത് വലിച്ച് വേണം തയ്ക്കാൻ. അതിൻ്റെ ഉള്ളിൽ കുടുങ്ങരുത്, കുടുങ്ങാൻ ചുരുണ്ട് കിടക്കരുത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് മാത്രം വെട്ടിയെടുക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് അവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് ഞാൻ ചുറ്റോറും വെച്ച് നോക്കിയപ്പോൾ ഈ ഭാഗം ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നില്ല, ആദ്യം തൊട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് പോകുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഫോർമുല കറക്റ്റ് ആയിരിക്കണം. കട്ട് ചെയ്യുന്ന ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ കറക്റ്റ് ആവാത്ത രീതിയിലൊരു എന്നോട് നമ്മളെ ക്ലാസ്സിലുള്ള ആളുകൾ ചോദിക്കില്ലേ, സുമാർ ഇത്ര എടുത്താൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനൊരു സുമാർ കണക്കിനൊന്നും എടുത്താൽ നടക്കില്ല. കാരണം ലാസ്റ്റ് സമയത്ത് നമ്മളിതുപോലെ അയച്ച് ഫിറ്റിങ്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഫോർമുല എഴുതി വെച്ച് പഠിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കുക. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്ന് പൊടി തട്ടിയെടുത്ത് നോക്കിയാൽ മതി. ഒന്നാമത് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങളത് മനസ്സിൽ പതിച്ച് വെക്കണതിന് തുല്യമാണ്, പിന്നെ മറക്കില്ല. അപ്പോൾ എപ്പോഴും കണ്ടു പോവാതെ, അതുപോലെ ക്ലാസ് ലൈവിൽ വന്നു പോവാതെ എപ്പോഴും അത് എന്താണോ നമ്മൾ ഒരു ഹിൻറ്റ് കിട്ടിയത്
അല്ലെങ്കിൽ എന്താണ് ഒരു പോയിന്റ് കിട്ടിയത് അതപ്പം തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തുടക്കക്കാർക്ക് പറ്റിയതാണ്. അതിൽ ഹാഫ് സ്ലീവാണ് വരുന്നത്, മോൾക്കാണ് തയ്ച്ചിട്ടുള്ളത്. അതും ബാക്കിലെ ഷോൾഡർ കട്ടിങ് ഇല്ലാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ ഒന്നുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഷർട്ട് തയ്ച്ച് പഠിച്ചവരുണ്ട് എങ്കിൽ, ഇതിൻ്റെ മുന്നേ ഷർട്ട് പഠിച്ചവരുണ്ട്, അവർക്ക് ഷർട്ട് തയ്ക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. അതായത് കഫ് വെച്ചിട്ടും സൈഡിലെ സ്റ്റിച്ചിങ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടും ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഫിനിഷിങ് കൂടുള്ളൂ. പിന്നെ ഫോർമുല നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഫോർമുല തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലോത്ത് വേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് വേറെ ആർക്കുമല്ല, എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് കേട്ടോ. അപ്പുറം ഇരുന്നിട്ട് ഉമ്മ നോക്കുന്നുണ്ട്. ഇതിന് പോക്കറ്റ് ഇല്ലേടി എന്ന് ചോദിച്ചുമ്മ. ഇതിന് പോക്കറ്റ് കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തേ അമ്മ പോക്കറ്റ് ഉണ്ട്, പേടിക്കണ്ട, പൈസക്ക് വെക്കാനുള്ള പോക്കറ്റാണത്. അളവെടുക്കാൻ നേരത്തെ ഇക്കാനെ വിളിച്ച് നോക്കിയേക്ക അളവെടുക്കാൻ ഒരു വീഡിയോ എടുക്കാൻ വരുമോ. പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പുള്ളി. പക്ഷേ ഷർട്ട് ഇട്ടിട്ട് മോളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കാണിച്ചു തന്നിട്ടാ ഭാഗ്യം. രണ്ടുപേരും കൂടി കിടക്കുന്നൊരു വീഡിയോ അറിയാണ്ട് എടുത്തു. മോൾക്ക് മനസ്സിലായി ഫോണും കൊണ്ടുപോയപ്പോൾ വീഡിയോ എടുക്കാനാണ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.